ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പം അതുപോലെ തന്നെ ഇന്ന് എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ. അപ്പം അങ്ങനെ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കുമെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇങ്ങനെ കൂലങ്കഷ്ടമായിട്ട് ആലോചിക്കുമ്പോഴാണ് അപ്പം ഒന്ന് ജസ്റ്റ് വന്നിട്ട് എൻ്റെ അടുക്കളത്തോട്ടത്തിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചത്. ഈ അടുക്കളത്തോട്ടത്തിലേക്ക് പയറുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്, എന്ത് രസമാണല്ലോ. അപ്പം ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുമ്പോഴാണ് എന്താണ് ഇന്ന് സ്പെഷ്യൽ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റിലായിട്ടുള്ള ഒരു സാധനമുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ കൂണ്. അപ്പം നമ്മുടെ കൂണ് ഇന്നൊരു ഫ്രൈ ആയിട്ട് വെച്ചാലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, പ്രോട്ടീനാൽ ഭയങ്കര സമൃദ്ധമാണ് കൂണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ധാരാളം വിറ്റാമിനുകൾ, പ്രത്യേകിച്ച് D, B2, B3, B5, B12 തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിറ്റാമിൻസുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ സമൃദ്ധമായിട്ടുള്ള ഒന്നാണ് കൂണെന്ന് പറയുന്നത്. അത് മാത്രമല്ല, കുറഞ്ഞ കാലറി, കൊഴുപ്പ്, കൊളസ്ട്രോൾ, ഷുഗർ എന്നിവ വളരെ കുറവായതിനാൽ ഡയറ്റിംഗ് സിസ്റ്റം, തൂക്കം ഒക്കെ കുറയ്ക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്പ് ആവുന്ന ഒന്നാണ് നമ്മുടെ കൂണെന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പം നമ്മൾ ക്വാർട്ടേഴ്സിലൊക്കെ ടൗണിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് പാക്കറ്റ് കൂണുകളൊക്കെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. പക്ഷെ നാട്ടിലൊക്കെയുള്ള സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പിലൊക്കെ ധാരാളം കൂണുകൾ കിട്ടും കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ കുട്ടികളൊക്കെ കൂടെ ഇങ്ങനെ ഒരു കൊട്ടയൊക്കെ എടുത്തിട്ട് കൂണ് പറിക്കാൻ ഇറങ്ങുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. ഇപ്പോഴും നമ്മൾ നാട്ടിലൊക്കെ വിളിക്കുന്ന സമയത്ത് അമ്മ കൂണ് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കൂണെന്ന് പറയുന്നത്. പക്ഷെ നമുക്കിവിടെ എന്താ പറയുക, പറമ്പിൽ നിന്നും അങ്ങനെ കൂണ് കിട്ടാത്തത് കൊണ്ടും നമ്മൾ ടൗണിലൊക്കെ ജീവിക്കുന്നതുകൊണ്ടും നമുക്ക് പാക്കറ്റിൽ വരുന്ന കൂണുകളെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത്. എന്നാലും കുഴപ്പമില്ല, ആ കൂണ് വെച്ചിട്ട് ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി റെഡിയാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ അതൊരു അടിപൊളി ആയിരിക്കത്തില്ലേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പൊ ഗായ്സ്, ഇതാണ് നമ്മളുടെ കൂണ്. ഇത് ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പം ഒരു 3 പാക്കറ്റ് ഞാൻ മേടിച്ചാണ്. നമുക്കിവിടെ ഇതുപോലെ ഒരു നല്ല ക്വാളിറ്റി പാക്കറ്റ്സിൽ ഇതുപോലെ നമുക്ക് കൂൺ അവൈലബിൾ ആണ് കേട്ടോ. നല്ല നല്ല ഫ്രഷ് ആണ് കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മേടിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് നമ്മുടെ കൂണിലുള്ളത്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്, ഡയബറ്റീസിന്, പിന്നെ ആൻറ്റി ക്യാൻസർ ഗുണങ്ങളുണ്ട് ഒരുപാട്. അതുപോലെ തന്നെ എല്ലുകൾക്ക്, ചർമ്മ സൗന്ദര്യത്തിന് ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് നമ്മുടെ കൂണെന്ന് പറയുന്നത്. നമുക്ക് ഈ കൂൺ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഫ്രൈ ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ കറി ആയിട്ട് വെക്കാം, സൂപ്പായിട്ട് വെക്കാം, അല്ലെങ്കിൽ സ്റ്റൂ ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ സാലഡ് ഒക്കെ ആക്കിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് വറുത്ത് ഇങ്ങനെ ഫ്രൈ ആയിട്ട് ഇങ്ങനെ ഒരുപാട് വറുത്ത് ഇങ്ങനെ കോരാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഇന്നത്തെ കൂൺ തന്നെയായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളതും ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ നമ്മുടെ കൂണ് നന്നായിട്ട് മഞ്ഞളും അതുപോലെ ഉപ്പും ഇട്ട് കഴുകി ഇതുപോലെ കുക്കറിൽ ഒറ്റ പ്രാവശ്യം ഒന്ന് അടിച്ച് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കഴുകി വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചേരുവകളുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ആവശ്യമുണ്ട്. അപ്പം അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് കൂണിൽ ചേർക്കാൻ വേണ്ടി ഞാനൊരു തക്കാളി, ഒരു തക്കാളിയാണ്, ഒരു മുഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ സവോള ഒന്ന് കൊത്തി അരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞൊരു 2 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിനയിലയാണിത്. ശരിക്കും വാടിപ്പോയി. ഇത് ഇന്നലെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയില്ല. വെക്കാൻ പറ്റിയതല്ല, കറണ്ട് ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കറിവേപ്പില. ഇതാണ് നമ്മൾക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേണ്ടിയിട്ടുള്ളൊരു ചേരുവയാണ്. ഇത് നമ്മുടെ മുളക് പൊടിയാണ്. ഇത് കുറച്ച് എടുത്തിട്ടുള്ളൂ, കാശ്മീരി മുളക് പൊടിയാണ്. ഇത് ഞാൻ നമ്മുടെ സാധാ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തു വെച്ചതാണ്. പിന്നെ ഇത് കുരുമുളക് പൊടി. ഇത് കുറച്ച് ഞാൻ നമ്മുടെ മസാലയാണ്. അതുപോലെ തന്നെ ഇത് കുറച്ച് ഗരം മസാല, പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി എടുത്തിട്ട്, കാരണം മഞ്ഞൾപ്പൊടി നേരത്തെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഒരു ഇത്തിരി നമ്മുടെ ഉലുവാപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ കൂണ് ഫ്രൈ നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ.
അപ്പം നമ്മൾ ആദ്യമേ ഇതുപോലൊരു കടായി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇൻഡക്ഷനിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഇത് വീഗാർഡിൻ്റെ ഇൻഡക്ഷനാണ് കേട്ടോ. ഇതൊരു പ്രൊമോയൊന്നും അല്ല, പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ ചൂടാകുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനം ഈ ഒരു ഇൻഡക്ഷനിലുണ്ട്. ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഈ കടായി നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. ഞാൻ നെയ്യാണ് ഇട്ട് കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ നല്ലത് നെയ്യ് ആയതുകൊണ്ട് ഞാൻ നെയ്യാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ നെയ്യ്. ഇത് കടയിൽ നിന്ന് മേടിച്ച നെയ്യല്ല കേട്ടോ. ഇത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയ നെയ്യാണിത്. കടയിൽ നിന്ന് മേടിച്ചതല്ല, നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾക്ക് വേണേൽ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാം, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം നെയ്യാണേ. അപ്പം ഇതാ ഞാൻ ഒരു 1/2 സ്പൂൺ നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഈ നെയ്യ് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. കുറച്ച് പാടാണ് നെയ്യ് വീണ് വരാൻ. ഓക്കെ, അപ്പം നമ്മൾ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നെയ്യ് ഒന്ന് നന്നായിട്ട് ഉരുകി വരണം കേട്ടോ ഗൈസ്. അപ്പം നമുക്കൊന്ന് ക്ഷമയോട് കൂടി ഉരുകി വരാൻ വെയിറ്റ് ചെയ്യാം. നല്ല രസമുണ്ടല്ലേ ഇത് ഉരുകുന്ന കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട് നെയ്യിൻ്റെ. അപ്പൊ ഗായ്സ് നമ്മുടെ നെയ്യൊക്കെ ഉരുകി നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് നമുക്ക് പൊട്ടിക്കാൻ ഇട്ട് കൊടുക്കാം. ഐഷൂട്ട കടുക് ഇട്ട് കൊടുക്കാം. ഐഷൂട്ട അങ്ങനെയാണോ ഐഷൂട്ട കടുക് ഇടുന്നത്? അവിടെ നിറഞ്ഞിട്ട് പോയി ഗായ്സ്, പേടിച്ചിട്ട്. അപ്പൊ നമ്മുടെ കടുകൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര പേടിയാണ് കടുക് പൊട്ടുന്നത് ഗായ്സ്. ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ സവോളയും പച്ചമുളകും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തക്കാളി. ഓക്കെ, തക്കാളി ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ എരിപ്പൊരി പോകാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, അതുപോലെ തന്നെ ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ചിറ്റിയെടുക്കാം. നന്നായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചിറ്റി കൊടുക്കണം. ഒരുപാട് തീ വേണ്ട കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇന്ന് കുക്കിംഗ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ അലിഷ ലിജു കുക്ക് സ്പെഷ്യലിസ്റ്റും കൂടിയുണ്ട്. ഓക്കെ, അപ്പം നന്നായിട്ട് അടി പിടിക്കരുത് അയച്ചുകൂട്ടാ. അടി പിടിച്ചാൽ പണി പാളും. അപ്പം നമ്മുടെ ഈ ഒരു സംഭവം ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം. അപ്പം നമ്മുടെ ഫ്രൈ ഏകദേശം ആയിട്ടുണ്ട്. ഇത്രയും നമുക്ക് വെന്താൽ മതി കേട്ടോ ഗൈസ്. ഒരുപാടൊന്ന് വേവിച്ച് അടുപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാവേ. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടികൾ എല്ലാം കൂടി ഇതിനകത്തേക്ക് നമുക്കൊന്ന് ഒരുമിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കരിഞ്ഞു പോവാതെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കരിഞ്ഞു പോകാൻ പാടില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്കൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കണം. ഓക്കെ ഗായ്സ്, അപ്പോൾ പച്ചമണമൊക്കെ മാറി നമ്മുടെ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ കൂണ് നമുക്ക് എടുത്തിടാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കൂണ്. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഈ കൂണ് നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഇളക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ കൂണ് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാനിങ്ങനെ
ഒഴിച്ച് നമുക്ക് ഈ സമയത്ത് ഞാൻ ഒത്തിരി ഉപ്പൂടെ ഇട്ടായിരുന്നു കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെ ഉപ്പിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് ഇടാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് നമുക്ക് വേകുന്ന വരെ നമുക്കിതൊന്ന് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മുടെ കൂൺ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഇത്തിരിയും കൂടെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഇത്തിരിയും കൂടെ വെള്ളമൊക്കെ വറ്റി ഫ്രൈ ആവണം. അപ്പോൾ നിങ്ങൾക്ക് ചാറ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. ഇല്ല, ഒരിത്തിരിയും കൂടെ ഫ്രൈ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഒരിത്തിരിയും കൂടെ ഫ്രൈ ആയിട്ട് ഇത് മാറ്റുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു സൺഡേ അല്ലേ, അപ്പോൾ ഒരിത്തിരി പയറ് തോരനും അതേപോലെ തന്നെ നമ്മുടെ ചീരയും കുറച്ച് തോരൻ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ കൂൺ സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് തോരന് വേണ്ടിയിട്ട് മുറിച്ചിട്ട് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ കൂൺ അങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഡ്രൈ ആയ കൂണിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പുതിനയിലയും കൂടെ ഇങ്ങനെ നമുക്ക് വിതറി കൊടുക്കാം. കുറച്ച് മല്ലിയില വേണമായിരുന്നു, പക്ഷെ മല്ലിയില കിട്ടിയില്ല ഗായ്സ്. നമുക്ക് ഉള്ളത് കൊണ്ട് ഓണമാക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മളുടെ കൂൺ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം ഗായ്സ്, ഇതാ നമ്മളുടെ കൂൺ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് പറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഇതെല്ലാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ പോഷക ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കണം. നിങ്ങളുടെ ഹസ്ബൻഡിന്, നിങ്ങളുടെ മക്കൾക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കണം. അപ്പം ഞാനിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല ചൂടാണ് ഗായ്സ്. സൂപ്പർ ഒരു മസാല, അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, ഒരു ഫ്ലേവർ എല്ലാം പിടിച്ചിട്ടുണ്ട്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ.